ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്, അതായത് ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഡിസ്കസ് ചെയ്യുക. സോ നമുക്ക് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് വരുന്ന എല്ലാ എക്സാമുകൾക്കും, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ റെഫർ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് എന്തായാലും ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നോബൽ പ്രൈസ് വിന്നറായ ജോസ് റാമോസ് ഹോർത്ത സ്വോണിൻ ആസ് ഈസ്റ്റ് ടിമോർ പ്രസിഡന്റ്. അപ്പോൾ ഈസ്റ്റ് ടിമോറിൻ്റെ പ്രസിഡൻ്റായിട്ട് നോബൽ പ്രൈസ് വിന്നറായ ജോസ് റാമോസ് ഹോർത്തയെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഈസ്റ്റ് ടിമോറിൻ്റെ ക്യാപിറ്റലാണ് ഡൽഹി അല്ല, ദിലി ഡോളർ. ഈസ്റ്റ് ടിമോറിൻ്റെ ക്യാപിറ്റൽ ദിലി ഡോളർ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. India UAE startup bridge launched in Mumbai as part of a CEPA. അപ്പോൾ ഇന്ത്യ UAE സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് മുംബൈയിൽ CEPAയുടെ ആസ് എ പാർട്ട് ഓഫ് CEPAയുടെ പാർട്ടായിട്ട്. India and UAE has launched a startup bridge whereby Indian startups will benefit from UAE investments while UAE will benefit from India's experience. അപ്പോൾ UAE ഇൻവെസ്റ്റ് ചെയ്യും ഇന്ത്യയിൽ, അതേപോലെ ഇന്ത്യയുടെ എക്സ്പീരിയൻസിൽ നിന്ന് UAE ബെനിഫിറ്റ് ചെയ്യും. അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ UAEയുടെ ക്യാപിറ്റലാണ് അബുദാബി. UAE ക്യാപിറ്റൽ അബുദാബി, കറൻസി ദർഹം. UAE അബുദാബി ദർഹം. നെക്സ്റ്റ് ന്യൂസ്. India gets highest ever FDI of $83.57 billion in the last financial year. അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് കാലത്തെക്കാട്ടിലും കൂടുതലായിട്ട് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യക്ക് ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ $83.57 billion ആണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് FDI ആയിട്ട്. ഇന്ത്യ ഹാസ് എമർജ്ഡ് ആസ് എ പ്രിഫേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷൻ which is evident from the fact that India has recorded highest ever annual foreign direct investment inflow of $83.57 billion in the last financial year. India has received over $301 billion in the last 4 fiscal years. കഴിഞ്ഞ 4 ഫിസിക്കൽ ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് $301 ബില്യൺ ആണ് ലഭിച്ചിരിക്കുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സ്വിഗ്ഗി ബൈസ് ഡൈൻ ഔട്ട് ഫ്രം ടൈംസ് ഇൻ്റർനെറ്റ്. അപ്പോൾ ടൈംസ് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൈൻ ഔട്ട് മേടിച്ചിരിക്കുകയാണ് സ്വിഗ്ഗി. ഓൺ ഡിമാൻഡ് കൺവീനിയൻസ് പ്ലാറ്റ്ഫോം സ്വിഗ്ഗി ഹാസ് എൻറ്റേർഡ് ഇൻ ടു എ definitive agreement with Times Internet to acquire a dining out and a restaurant tech platform Dine Out for an undisclosed sum. Dine Out, which serves diners across its network of 50,000 restaurants in 20 cities, will continue to operate as an independent app post the acquisition. അപ്പോൾ സ്വിഗ്ഗി ഡൈൻ ഔട്ട് മേടിച്ചിരിക്കുകയാണ് ടൈംസ് ഇൻ്റർനെറ്റിൽ നിന്നും. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI സെറ്റ്സ് എ സ്റ്റേജ് ഫോർ കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽസ് അക്രോസ് ഓൾ ATMs. അപ്പോൾ RBI കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽസ് എല്ലാ ATMിലും കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽസ് നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് സെറ്റ് ഫോർത്ത് ചെയ്തിരിക്കുന്നു. സോ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ഓൾ ബാങ്ക്സ്, ATM നെറ്റ്വർക്ക്സ് ആൻഡ് WLAOs മേ പ്രൊവൈഡ് ദ ഓപ്ഷൻ ഓഫ് ICCW at their ATMs. NPCI has been advised to facilitate unified payments interface integration with all banks and ATM networks. Customers will be able to authorize transactions at ATMs through UPI, while the settlement of these transactions at the back end will happen through the National Financial Switch. അപ്പോൾ UPI മോഡിൽ ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റാണ് RBI നടത്തിയിരിക്കുന്നത് എല്ലാ ATMിലും. അപ്പോൾ അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു OTP വരും, അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു, അങ്ങനെ തന്നെ ആയിരിക്കും. സോ അത് കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽസ് സെറ്റ് ഫോർത്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് RBI. നെക്സ്റ്റ് ന്യൂസ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വിഡ്രോസ് പെർമനൻറ്റ് റെക്കഗ്നീഷൻ ഗ്രാൻഡഡ് ടു ICEX. ICEXന് നൽകിയിരുന്ന പെർമനൻറ്റ് റെക്കഗ്നീഷൻ വിഡ്രോ ചെയ്തിരിക്കുകയാണ് സെബി. Markets regulator, Securities and Exchange Board of India has withdrawn the recognition granted to the Indian Commodity Exchange Limited.
So consequent to the withdrawal, ICX has been directed to transfer the money available to the Investor Protection Fund and Investor Services Fund of ICEX to SEBI Investor Protection and Education Fund. അപ്പോൾ സെബി പെർമനൻറ്റ് റെക്കഗ്നിഷൻ ഗ്രാൻഡ് ചെയ്തത് വിഡ്രോ ചെയ്തിരിക്കുകയാണ്. ICX നൽകിയ പെർമനൻറ്റ് റെക്കഗ്നിഷൻ ഗ്രാൻഡ് ചെയ്തത് വിഡ്രോ ചെയ്തിരിക്കുകയാണ് സെബി. നെക്സ്റ്റ് ന്യൂസ്, RBI allows settlement of trade transactions with Sri Lanka in Indian rupees. അപ്പോൾ എന്താണത്? RBI allows settlement of trade transactions with Sri Lanka in Indian rupees. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ഇൻ വ്യൂ ഓഫ് ഡിഫിക്കൽട്ടീസ് ബീയിങ് ഫേസ്ഡ് ബൈ എക്സ്പോർട്ടേഴ്സ് ഇൻ ഗെറ്റിംഗ് പേയ്മെൻറ്റ്സ് ഫ്രം എ ക്രൈസിസ് ഹിറ്റ് ശ്രീലങ്ക, ദ RBI ഹാസ് അലൗഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ട്രേഡ് ട്രാൻസാക്ഷൻസ് ഇൻ Indian rupees outside the Asian Clearing Union mechanism. Sri Lanka is facing its worst economic crisis since gaining independence from Britain in 1948. ഏഷ്യൻ ക്ലിയറിംഗ് യൂണിയൻ ഹെഡ്ക്വാർട്ടേഴ്സ് ലൊക്കേഷൻ തെഹ്റാനാണ്, ഇറാൻ. അപ്പോൾ RBI സെറ്റിൽമെൻറ്റ് ഓൺ ട്രേഡ് ട്രാൻസാക്ഷൻസ് വിത്ത് ശ്രീലങ്ക അലൗ ചെയ്തിരിക്കുകയാണ്. RBI ഇന്ത്യൻ റുപ്പീസിലാണത് അലൗ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, മാരിക്കോ ബൈസ് 54% സ്റ്റേക്ക് ഇൻ ട്രൂ എലമെൻറ്റ്സ്. അപ്പോൾ മാരിക്കോ എന്ന് പറയുന്ന കമ്പനി 54% സ്റ്റേക്ക് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് ട്രൂ എലമെൻറ്റ്സിൽ നിന്നും. So Marico Limited has acquired a majority stake in a healthy breakfast brand as it seeks to strengthen its food and digital businesses. The owner of the Parachute and Saffola brands will buy 53.98% in HW Wellness Solutions Private Limited. അപ്പോൾ HW Wellness Solutions Private Limitedൻ്റെ സ്റ്റേക്കാണ് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് മാരിക്കോ, which owns True Elements through primary infusion and secondary buyouts. അപ്പോൾ ട്രൂ എലമെൻസിൻ്റെ സ്റ്റേക്കാണ് ബൈ ചെയ്യാൻ പോകുന്നത് മാരിക്കോ. ട്രൂ എലമെൻസിൻ്റെ 53.98% സ്റ്റേക്കാണ് ബൈ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. സൗഗത ഗുപ്ത, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറ്റ് മാരിക്കോ. മാരിക്കോൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, മാനേജിംഗ് MD ആൻഡ് CEO ആണ് സൗഗത ഗുപ്ത. നെക്സ്റ്റ് ന്യൂസ്, Supreme Court appoints 3-member committee of administrators to manage affairs of All India Football Federation. അപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ന്യൂസാണ്. സുപ്രീം കോർട്ട് അപ്പോയിൻറ്റ്സ് 3-member കമ്മിറ്റി. സുപ്രീം കോർട്ട് 3-member കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ടു മാനേജ് അഫയേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. അപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് 3-member കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ 3-member കമ്മിറ്റിയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് സുപ്രീം കോർട്ട്. The Supreme Court has appointed a 3-member committee of administrators headed by former Apex Court Judge A.R. Dave to manage the affairs of All India Football Federation and adoption of its constitution in line with the National Sports Code and Model Guidelines. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. PBKS അതായത് പഞ്ചാബ് കിങ്സ് ആണ്, IPL ടീമായ പഞ്ചാബ് കിങ്സ്. Shikhar Dhawan becomes first player to hit a 700 fours in IPL history. അപ്പോൾ IPL 700 ഫോഴ്സ് തികച്ച ആദ്യത്തെ ബാറ്റ്സ്മാൻ ആയിരിക്കുകയാണ് ശിഖർ ധവൻ. പഞ്ചാബ് കിങ്സ് ഓപ്പണിംഗ് ബാറ്റർ ശിഖർ ധവൻ ഹാസ് ബിക്കം ദ ഫസ്റ്റ് പ്ലെയർ ടു ഹിറ്റ് 700 ഫോഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് IPL. Dhawan reached this feat during the last league stage match of IPL 2022 between Punjab Kings and Sunrisers Hyderabad at Wankhede Stadium in Mumbai. The batter has now 701 IPL fours to his name. He is followed by David Warner and Virat Kohli. അപ്പോൾ ഡേവിഡ് വാർണർക്ക് 577 ഫോഴ്സും അതേപോലെ വിരാട് കോഹ്ലിക്ക് 576 ഫോഴ്സും ആണ് ടോട്ടൽ ഉള്ളത്. ശിഖർ ധവൻ ഫസ്റ്റ് ബാറ്റ്സ്മാൻ ആയിരിക്കുകയാണ് 700 ഫോഴ്സ് തികയ്ക്കുന്ന IPL തികയ്ക്കുന്ന ഫസ്റ്റ് ബാറ്റ്സ്മാൻ. നെക്സ്റ്റ് ന്യൂസ്, UAE becomes first Gulf state to record case of monkeypox. അപ്പോൾ മങ്കി പോക്സ് റെക്കോർഡ് ചെയ്യുന്ന ഫസ്റ്റ് ഗൾഫ് സ്റ്റേറ്റ് ആയിരിക്കുകയാണ് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. The United Arab Emirates has become the first Gulf state to record a case of monkeypox. Outbreaks of the virus have been found in Europe, Australia and America. The symptoms often include a fever and rash, but the infection is usually mild. Monkeypox is a viral zoonosis, a virus transmitted to humans from animals.
with symptoms similar to those seen in the past in smallpox. അപ്പോൾ യു എ ഇ ഫസ്റ്റ് ഗൾഫ് സ്റ്റേറ്റ് ആയിരിക്കുകയാണ് മങ്കി പോക്സ് റെക്കോർഡ് ചെയ്യുന്ന ഫസ്റ്റ് ഗൾഫ് സ്റ്റേറ്റ് ആയിരിക്കുകയാണ് യു എ ഇ. യു എ ഇയുടെ ക്യാപിറ്റൽ അബുദാബിയാണ്. കറൻസി ദർഹമാണ്. നെക്സ്റ്റ് ന്യൂസ്, പ്രസിഡന്റ് കോവിന്ദ് to inaugurate a first ever 2-day national conference of women legislators in തിരുവനന്തപുരം. അപ്പോൾ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഫസ്റ്റ് എവർ 2-day നാഷണൽ കോൺഫറൻസ് ഓഫ് വുമൺ ലെജിസ്ലേറ്റേഴ്സ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. The president will inaugurate the first ever 2-day national conference of women legislators at Legislature Complex in Thiruvananthapuram, Kerala. The program is being organized as part of Azadi Ka Amrit Mahotsav to coincide the 75th anniversary of independence. കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. നെക്സ്റ്റ് ന്യൂസ്, ONGC becomes the first gas producer to trade on a Indian gas exchange. ONGC becomes the first gas producer to trade on Indian gas exchange. അപ്പോൾ ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഫസ്റ്റ് ഗ്യാസ് പ്രൊഡ്യൂസർ ആയിരിക്കുകയാണ് ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. The state-owned Oil and Natural Gas Corporation has become the first gas producer to trade domestic gas on the Indian Gas Exchange, trading unspecified volumes from its eastern offshore KG-DWN 98/2 block. ONGC has become the first exploration and production company in India to trade domestic gas on Indian Gas Exchange. The gas traded is from ONGC Krishna Godavari 98/2 block. അപ്പോൾ ONGC ഫസ്റ്റ് ഗ്യാസ് പ്രൊഡ്യൂസർ ആയിരിക്കുകയാണ്. ഗ്യാസ് ട്രേഡ് ചെയ്യുന്ന ഗ്യാസ് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഫസ്റ്റ് ഗ്യാസ് പ്രൊഡ്യൂസർ ആയിരിക്കുകയാണ് ONGC. നെക്സ്റ്റ് ന്യൂസ്, BSNL to migrate 30,000 Wi-Fi hotspots to PM Vani framework by June. Official Department of Telecom officials. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. BSNL, Bharat Sanchar Nigam Limited, will migrate 30,000 of its Wi-Fi hotspots to the Prime Minister Vani framework by June, adding Railways to has an ambitious blueprint for all its future hotspots to be under the framework. The public Wi-Fi access network interface, known as PM Vani, hold the promise of unleashing a massive Wi-Fi revolution in the country. അപ്പോൾ BSNL 30,000 വൈഫൈ ഹോട്ട്സ്പോട്ട്സ് മൈഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അണ്ടർ PM വാണി ഫ്രെയിംവർക്ക്. ജൂണോടുകൂടി ഇത് 30,000 വൈഫൈ ഹോട്ട്സ്പോട്ട്സ് മൈഗ്രേറ്റ് ചെയ്യുമെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോം ഒഫീഷ്യൽ പറയുന്നത്. നെക്സ്റ്റ് ന്യൂസ്, ഹെൽത്ത് സെക്രട്ടറി അപ്പോയിൻറ്റഡ് ആസ് ചെയർപേഴ്സൺ ഓഫ് കമ്മിറ്റി B at 75th വേൾഡ് ഹെൽത്ത് അസംബ്ലി. ഹെൽത്ത് സെക്രട്ടറി അപ്പോയിൻറ്റഡ് ആസ്, ഹെൽത്ത് സെക്രട്ടറിയാണ് രാജേഷ് ഭൂഷൺ. യൂണിയൻ ഹെൽത്ത് സെക്രട്ടറി രാജേഷ് ഭൂഷൺ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് കമ്മിറ്റി B അറ്റ് ദ 75th വേൾഡ് ഹെൽത്ത് അസംബ്ലി. അപ്പോൾ ഹെൽത്ത് സെക്രട്ടറി രാജേഷ് ഭൂഷൺ, ചെയർപേഴ്സൺ ഓഫ് കമ്മിറ്റി B അറ്റ് 75th വേൾഡ് അസംബ്ലി. അപ്പോൾ കമ്മിറ്റി ബിയുടെ ചെയർപേഴ്സൺ ഓഫ് കമ്മിറ്റി B ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് രാജേഷ് ഭൂഷണിനെ. നെക്സ്റ്റ് ന്യൂസ്, സെക്രട്ടറി MOHUA launches Swachh Sarvekshan 2023 under Swachh Bharat Mission Urban 2.0. The Secretary, Ministry of Housing and Urban Affairs, Shri Manoj Joshi, has launched the 8th edition of Swachh Sarvekshan 2023 under Swachh Bharat Mission 2.0. അപ്പോൾ സെക്രട്ടറി ഓഫ് മിനിസ്റ്റർ ഓഫ് അർബൻ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ശ്രീ മനോജ് ജോഷിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 8th എഡിഷൻ ഓഫ് സ്വച്ഛ് സർവേക്ഷൻ അണ്ടർ സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0. ഡിസൈൻ വിത്ത് ദ തീം ഓഫ്, ഈ വർഷത്തെ തീമാണ് വേസ്റ്റ് ടു വെൽത്ത് ആസ് ഇറ്റ്സ് ഡ്രൈവിംഗ് ഫിലോസഫി. നെക്സ്റ്റ് ന്യൂസ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ കൾച്ചർ ആൻഡ് എക്സ്റ്റേണൽ അഫയേഴ്സ് ശ്രീമതി മീനാക്ഷി ലേഖി participated in the 7th BRICS Culture Ministers meeting. അപ്പോൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ കൾച്ചർ ആൻഡ് എക്സ്റ്റേണൽ അഫയേഴ്സ് ശ്രീമതി മീനാക്ഷി ലേഖി 7th BRICS കൾച്ചർ മിനിസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ പങ്കെടുത്തു എന്നാണ് ന്യൂസ്. The meeting on 24th May was hosted by People's Republic of China through video conference. വീഡിയോ കോൺഫറൻസ് വഴിയാണ് ആ മീറ്റിംഗ് നടന്നത്. നെക്സ്റ്റ് ന്യൂസ്, MEITI, Ministry of Electronics and IT
holds brainstorming session on a digital India Bhashini with researchers and startups. The Ministry of Electronics and IT conducted the brainstorming session with the researchers and startups. The session was aimed to shape a strategy for Digital India Bhashini, which is India's artificial intelligence led language translation platform. The government wants to integrate startups in innovation, development, and consumption of technology. Rajiv Chandrasekhar ആണ് Minister of State of MEIT. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താം. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.